ശ്രീ രാഹുൽ ഈശ്വർ കൂടി നമുക്കൊപ്പം ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ദേവസ്വം ബോർഡിന്റെ ഭരണം എന്നത് വിശ്വാസികളുടെ പക്ഷത്തായിരിക്കണം, വിശ്വാസിയായിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് വാദം പല കാലങ്ങളായി ഉയർന്നു വന്നിട്ടുള്ളതാണ്. രാഷ്ട്രീയ നിയമനങ്ങൾക്കെതിരായ വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ കെ ജയകുമാറിനെ പോലെ ഒരു ആൾ ആ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നതിനെ രാഹുൽ ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, CPM ഗവൺമെന്റിനെതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു ഇടതുപക്ഷ വിരുദ്ധനാണ്. പക്ഷേ ശ്രീ പിണറായി വിജയന്റെയും CPMന്റെയും ഒരു മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ് ജയകുമാർ സാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി കൊണ്ടുവരുന്നത്. കാര്യം, ധാരാളം അനുഭവ പരിചയം, ശബരിമലയിലെ കാര്യങ്ങൾ ഏറ്റവും ഇഫക്റ്റീവ്ലി കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, സർവ്വസമ്മതനാണ്, കലാകാരനാണ്, എഴുത്തുകാരനാണ്, എല്ലാവരോടും സോഫ്റ്റായി സംസാരിക്കുന്ന, വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും കഴിയുന്നത്ര ആൾക്കാരെ കേട്ടു മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ജയകുമാർ സാറിനെ കൊണ്ടുവന്നത് സാധാരണ വിശ്വാസികൾക്ക് വലിയ ആശ്വാസം തരുന്നൊരു കാര്യമാണ്. ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്ക് അവിടെ വിശ്വാസികൾ ഭരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം, സംശയമൊന്നുമില്ല, നിരീശ്വരവാദികളല്ല. പക്ഷേ അത് മാത്രമാകരുത് മാനദണ്ഡം. ഉദാഹരണം, ശബരിമലയിലെ ഏറ്റവും മികച്ച ദേവസ്വം മന്ത്രിമാരിൽ ഒരാൾ, അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഏറ്റവും രീതിയിൽ നന്നാക്കിയത് നിരീശ്വരവാദിയും കമ്മ്യൂണിസ്റ്റുകാരനുമായ ഒരു ശ്രീ G. സുധാകരനാണ്. കോൺഗ്രസിന്റെ പ്രയാർ സാറിന്റെയും അജയ് തറയിൽ സാറിന്റെയും ബോർഡാണ് ഏറ്റവും മികച്ച രീതിയിൽ, പ്രത്യേകിച്ച് ഹിന്ദു ഐക്യത്തിന് വേണ്ടിയൊക്കെ ശ്രമിക്കുകയും മലയരന്മാരിലേക്കടക്കം റീച്ച് ഔട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തത് പ്രയാർ സാറിന്റെയും അജയ് തറയിൽ സാറിന്റെയും ബോർഡാണ്. കുമ്മനം ചേട്ടനെ പോലൊരു വ്യക്തി കഴിഞ്ഞ 40-50 വർഷമായി ശ്രീ കുമ്മനം രാജശേഖരനെ പോലെ RSS BJP പാളയത്തിൽ നിന്നൊരു വ്യക്തിയാണ് ശബരിമലയ്ക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് അയ്യപ്പന് വേണ്ടി നിന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ശ്രീ കുമ്മനം, ശ്രീ സുരേഷ് ഗോപി അടക്കമുള്ളവർ ശബരിമലയ്ക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയം ഒരു മാനദണ്ഡമാകരുത്. പക്ഷേ ഒരു വിശ്വാസി എന്ന നിലയിൽ ഇപ്പോൾ നമ്മുടെ മുൻ ദേവസ്വം മന്ത്രി അവിടെ ചെന്ന് തീർത്ഥം കയ്യിലെടുത്ത് താഴെ ഒഴിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. കാര്യം, ലക്ഷക്കണക്കിന് ഭക്തർ മണിക്കൂർ കണക്കിന് ക്യൂ നിന്നാണ് ഫ്രണ്ടിൽ പോയി നിൽക്കാൻ അവസരം കിട്ടുന്നത്. ഇപ്പോൾ വാസവൻ സാർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ പല ഫോട്ടോകൾ വന്നു. ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു അവർ അവിടെ വന്ന് അയ്യപ്പനെ തൊഴുതു നിൽക്കുമ്പോൾ പുള്ളി തൊഴാതെ സൈഡിൽ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. കാര്യം അദ്ദേഹത്തിന്റെ റൈറ്റ് ആണ് തൊഴുകയോ വേണ്ടയോ എന്ന് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ഒരു വിഷമമുണ്ട്. പക്ഷേ ജയകുമാർ സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കഴിവുകൊണ്ട്, അറിവുകൊണ്ട്, അനുഭവപരിചയമുണ്ട്, നല്ല വിശ്വാസമുണ്ട്. ഒരുപക്ഷെ നമ്മളെക്കാൾ എല്ലാം ആഴത്തിൽ അയ്യപ്പനെ കുറിച്ചും അതിന്റെ ചരിത്രത്തെക്കുറിച്ചും അതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചും എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് ജയകുമാർ സാർ. ജയകുമാർ സാർ വന്ന് ക്ലീനപ്പ് ചെയ്യണം. പിന്നെ നേരത്തെ ശ്രീ നിജേഷ് ജി പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് മുമ്പ് ചെയ്തു പോയ കള്ളത്തരങ്ങൾ ഇല്ലാതാകുന്നില്ല. അതായത് അയ്യപ്പന്റെ സ്വർണം കട്ടു, ഹൈസ്റ്റ് ആൻഡ് പ്ലണ്ടർ എന്ന് ഹൈക്കോടതി എടുത്തെഴുതിയിരിക്കുന്ന, അയ്യപ്പന്റെ സ്വർണം കൊള്ള ചെയ്തു എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്ന 8ഓളം ഈ ഇന്ററിം വെർഡിക്റ്റ് അല്ലെങ്കിൽ ഇടക്കാല വിധിന്യായങ്ങളിൽ അതിരൂക്ഷമായ ഭാഷയിൽ കട്ടൊരുത്തനെയും വെളിവിടില്ലെന്ന്. സാധാരണ കോടതിയുടെ ഭാഷ അത്രയും വൈകാരികമാകാറില്ല. ഈ കോടതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാജാ വിജയരാഘവൻ സാറിനെയും ജയകുമാർ സാറിനെയും വിധി ഇമോഷണലി ലോഡഡ് കൂടെയാണ്. അതായത് അയ്യപ്പന്റെ സ്വർണം കട്ടവനെ ഒരുത്തനെ ഞങ്ങൾ വെറുതെ വിടില്ല, അവസാനം വരെ പോകും എന്ന രീതിയിൽ ശക്തമായ നിലപാടെടുക്കുന്ന ഹൈക്കോടതി ഉള്ളതുകൊണ്ട് അവരിലെ അറസ്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാകണം. ദേവസ്വം ബോർഡിലെ ആൾക്കാർക്ക് ഇതിന് പങ്കുണ്ടാകും. ജയകുമാർ സാർ വരുമ്പോൾ എന്തായാലും ഒരു കാര്യം കൂടെ ഉറപ്പാണ്, ഇനിയും പഴയ രേഖകൾ അടക്കമുള്ള കാര്യങ്ങളൊന്നും മറച്ചു വെക്കാനൊന്നും പറ്റില്ല. ദേവസ്വം ബോർഡിന് പലപ്പോഴും അങ്ങനെ മറച്ചു വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ, 1000 ക്രമരഹിതമാണ് എന്നതാണ് പറഞ്ഞിട്ടുള്ളത് രാഹുൽ. അപ്പോൾ എന്തൊക്കെ സാധ്യമാകും എന്നത് സംബന്ധിച്ച് നമ്മൾ ക്രമരഹിതമൊന്നുമല്ല, അതൊക്കെ മുഖ്യതാണ്. ഹൈക്കോടതിയുടെ അവസാന വിധി പോലും ഹൈക്കോടതി പറയുന്നത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അദ്ദേഹത്തിന് എന്തൊക്കെ സാധ്യമാകും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ദേവസ്വം കൊള്ള നടത്തി, അതായത് ഇത് പ്രൊസീജിയറൽ എററോ ടെക്നിക്കൽ എററോ ഒന്നുമല്ല. ഹൈക്കോടതിയുടെ വിധിയിൽ ഹൈക്കോടതി എഴുതുന്നത് തന്നെയുണ്ട്. ഞങ്ങളും ആദ്യം വിചാരിച്ചത് ഇതെന്തോ ജാഗ്രത കുറവാണ്, പ്രൊസീജിയറൽ എറർ ആണെന്നാണ്. അങ്ങനെയൊന്നുമല്ല. ദേവസ്വത്തിന്റെ അറിവും സമ്മതത്തോടും കൂടി കൊള്ള നടത്തിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി എത്ര കട്ടു, എവിടൊക്കെ കൊണ്ടുപോയ സാധനങ്ങൾ എവിടെ? ഇപ്പൊ ശബരിമല ഇരിക്കുന്ന കാര്യങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എനിക്കത് പറയുമ്പോൾ വേദനയുണ്ട്. ശബരിമല ഇരിക്കുന്ന നമ്മുടെ വാതിലാണെങ്കിലും ശബരിമലയിൽ ഇരിക്കുന്ന നമ്മുടെ ദ്വാരപാല ശില്പങ്ങളാണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. വേണമെങ്കിൽ ഭംഗിവൽക്കരിച്ച് റെപ്ലിക്ക എന്ന് പറയാം, പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. മുമ്പുണ്ടായിരുന്ന 1.5 കിലോഗ്രാം മാറി 361 ഗ്രാമായി, മുമ്പുള്ള 2.5 കിലോഗ്രാം മാറി ഏകദേശം 400 ഗ്രാമായി. ഇപ്പൊ ഇരിക്കുന്ന സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇതിന്റെ ഒറിജിനൽ എവിടെ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഈ പങ്കെടുത്ത ഓരോ ദേവസ്വം ഉദ്യോഗസ്ഥനെയും മെമ്പർമാരുണ്ടെങ്കിലും അവരെയും ജയിലിലേക്ക് അയക്കണം. എന്നാൽ മാത്രമേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തീരാ കളങ്കം ഉണ്ടാക്കിയ ഈ വിഷയം മാറുകയുള്ളൂ. ഓർക്കുക, ഭാരതകേസരി മന്നത്ത് പത്മനാഭനും R. ശങ്കറും ഒക്കെ ഇരുന്ന കസേരയാണ്.
ആലോചിച്ച് നോക്കുക, യുഗപുരുഷന്മാരായ യുഗപ്രഭാവന്മാരായ പിന്നീട് കേരള മുഖ്യമന്ത്രിമാർ പോലും ആയ ആൾക്കാരിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ദേവസ്വം മാഫിയെന്നും ചമ്പൽ കൊള്ളക്കാരെന്നും പറയുന്നത്. അത്രമാത്രം അധപ്പതിച്ചത് ഏറ്റവും വലിയ വേദനയാണ്. അതിൽ നിന്ന് ഉയർത്തിയെടുക്കാൻ ജയകുമാർ സാറിന് കഴിയട്ടെ. അയ്യപ്പന്റെ നിർണയമാണത്. നിയമനം ശ്രീ പിണറായി വിജയന്റെ ആയിരിക്കും. അയ്യപ്പന്റെ നിർണയമാണ്. ആ അയ്യപ്പന്റെ നിർണയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശുദ്ധിയും വിശുദ്ധിയും വിശ്വാസ്യതയും തിരിച്ചുകൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.